ചാനൽ ആദിൽ സോർ. നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗ്രാനി ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഗെയിമിംഗ് വീഡിയോ ഒന്നും അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്ത് കളയാം. ഗെയിമിംഗ് ഫ്രണ്ട്സ്, ഗ്രാൻഡ് വരുന്നുണ്ടോ ഉണ്ടോ എന്നുള്ള ടെക്നിക്കാണ് കണ്ടുപിടിക്കാനുള്ള. ഈ ഡ്രോയർ ഒന്ന് തുറന്ന് നോക്കാം ഫ്രണ്ട്സ്. ഡക്ക് ടാപ്പ് ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെ നമുക്ക് ചെയ്ത് കളയാം. ഇതിനകത്തൊന്നുമില്ല. അങ്ങോട്ട് പോയി നോക്കാം. ഗ്രാൻഡ് ഉണ്ടോ? ഓ, ദാണ്ട് പറഞ്ഞു. ശരോ ഗ്രാൻഡ് ഓടിക്കൂ. ശരോ പിടിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ റൂമുണ്ട്, അവിടെ പോയി വിളിക്കാം. കടാടാ. അപ്പം കാണാമല്ല ഫ്രണ്ട്സ്, അടച്ചാൽ പെട്ടെന്ന്. ഞാൻ ഇങ്ങനെ ചെവിയാക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഡ്രോയറും തുറന്ന് നോക്കാം ഫ്രണ്ട്സ് നമുക്ക്. അയ്യോ, ആ സ്റ്റാൻഡ് കിട്ടി. ഗ്രാൻഡ് പേ വാ അടിച്ചു കയറി വാ. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും ഗായ്സ്. ഗ്രാൻഡ് പേ തുർ കളിപ്പിക്കും ഞാൻ ഇന്ന്. ഗ്രാൻഡ് പേ വാടാ ഗ്രാൻഡ് പേ. ഫ്രണ്ട്സ്, ഗ്രാൻഡ് പേ ഡാൻസ് കളിക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ഗ്രാൻഡ് പേ ഡാൻസ് കളിക്കുന്നത്? അതൊരു മഹാ അത്ഭുതം തന്നെ. ഞാൻ പാട്ട് കഴിയുമ്പോൾ ഞാൻ ഇന്ന് ഇതിലാണ് ഞാൻ കണ്ടത് ആദ്യമായിട്ട്. പാട്ട് കഴിയുമ്പോൾ ഗ്രാൻഡ് പ തുർത്താ അത് പറയും പോലെ ഡാൻസ് കളിക്കും. പക്ഷെ കാണാൻ രസമുണ്ട്. ഞാൻ ഇത് എങ്ങനെയുണ്ടായി ഫ്രണ്ട്സ്? നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയേക്കാം. നമുക്ക് ഈ ഡ്രോയർ ഓർന്ന് നോക്കാം അതിന് മുമ്പ്. വേണ്ട, നമുക്കിപ്പോൾ ഇങ്ങോട്ടുണ്ട്. ഈ ഡ്രോയർ ഗ്ലാസ് പീസ് വേണ്ട. നമുക്ക് അങ്ങ് അറ്റുള്ള ഡ്രോയർ ഓർന്ന് നോക്കിയില്ല. വാ ഡ്രോയറിൻ്റെ അകത്ത് എന്തോന്ന് പാഡ്ലോക്കി വേണ്ട. എടുക്കാം എന്തായാലും. അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേക്കാം. അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്യാം. സ്റ്റൺ ഗൺ അവിടെ അത് എടുക്കണം. ആ സ്റ്റൺ ഗൺ എടുത്ത് കളയാം. എടുത്തോ ഫ്രണ്ട്സ്. നമുക്കാണെങ്കിൽ ഒരു പണി ചെയ്യാം. ഇത് തുറന്നൊക്കെ നോക്കാം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണാതിരിക്കില്ല. എന്തെങ്കിലും ഉണ്ടോ? പവർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്താണ് അങ്ങനെ തുറന്നു നോക്കാം ഗൈസ്. ദാണ്ട് ഒരു ഇത് ക്രോബാർ. ഫ്രണ്ട്സ്, നമുക്ക് ക്രോബാർ എടുക്കാം. അതിന് മുമ്പ് മോളിൽ പോകണം ഫ്രണ്ട്സ്. എന്തിനെന്നറിയാവോ? ട്വിസ്റ്റ്. നമ്മൾ മോളിൽ പോയിട്ട് ഇത് തുറന്ന് ഇവിടെ എല്ലാം ഉണ്ടെന്ന് നോക്കാം. അയ്യോ ഇല്ല, വേണ്ട, ഇത് നടക്കില്ല. ഇത് ഉന്നം വയ്ക്കണം. ഇത് വീണില്ലെങ്കിൽ, ഇത് കറക്റ്റ് ഉന്നം അല്ലെങ്കിൽ എൻ്റെ പേര് പട്ടിക്കിട്ടുമോ? കണ്ട ഫ്രണ്ട്സ്, എനിക്ക് അത്രയ്ക്ക് ഉന്നോ. അയ്യോ, ഇനി പ്ലെയർ വേണമല്ലോ കട്ട് ചെയ്യാനത്. അപ്പം നമുക്ക് ഈ ഡ്രോയർ ഒന്ന് തുറന്നു നോക്കാം. ഒന്നുമേ ഇല്ല. എന്തേലും ഉണ്ടാവണേ? ഒന്നുമില്ല. കിട്ടി. വെപ്പൺ കിട്ടി ഗൈസ്. ഇത് താഴോട്ട് പോകാം. ഈ വഴി ഇറങ്ങാം അല്ലെങ്കിൽ വേണോ? ഈ വഴി തന്നെ ഇറങ്ങിയേക്കാം. അല്ലേ വേണ്ട, വേണോ? വേണ്ട, ഈ വഴി തന്നെ ഇറങ്ങാം. ഗ്രാൻഡ് പോന്ന തുർ കളിപ്പിക്കും ഞാൻ. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ തുർ കളിപ്പിച്ചത്. അതേപോലെ ഗ്രാൻഡ് പേ വീണ്ടും ഞാൻ കളിപ്പിക്കും. ഫ്രണ്ട്സ്, നമുക്ക് ഗ്രാൻഡ് പേ എവിടെ? കുഴപ്പമില്ല ഫ്രണ്ട്സ്. നമുക്കാണെങ്കിൽ ഈ ഡ്രോയർ ഒന്ന് തുറന്നു നോക്കാം. ഗ്രാൻഡ് വരുന്നുണ്ടോ അതിന് മുമ്പ്? വെയിറ്റ് എ സെക്കൻഡ്. ഗ്രാൻഡ് പേ ഈസ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും ഗൈസ്. ഫ്രണ്ട്സ്, ഗ്രാൻഡ് വരുന്നുണ്ടോന്ന് നോക്കാം. ഗ്രാൻഡ് പാണല്ലേ? ദാണ്ട നിൽക്കുന്നു ആശാനേ ബാടാശാനേ. ഇവിടുന്ന് ബാക്കിൽ തന്നെ ഇട്ടു. ഇവിടുന്ന് അത്രയ്ക്ക് ദൂരം, അത് കൃത്യം ബാക്കിൽ തന്നെ. അങ്ങനെ ഉണ്ട് എൻ്റെ ഉന്നം. ഫ്രണ്ട്സ്, ചില തുമ്മലൊന്നാണ് ഫ്രണ്ട്, ചില ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. നമുക്കിപ്പം ഇത് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് എവിടെ പോകണം? നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് പോകാം. ഇതിൻ്റെ അടുത്ത് കയറി നമുക്ക് എന്ത് ക്രോബാർ കിട്ടും. നമുക്ക് മെയിനായിട്ട് ക്രോബാർ. കുനിയു ഒന്നുമില്ല. ക്രോബാർ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വഴി നമുക്ക് ഇറങ്ങിപ്പോകാം. നമുക്കാണെങ്കിൽ ഇതെടുത്തോണ്ട് ഇവിടെ തുറക്കാം. ക്രോബാറിട്ട് കുത്തി തുറക്കും സ്ഥലം, അത് തുറക്കാൻ പോകും. ഇവിടെ തുറക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഇത് നമുക്ക് മുകളിൽ കട്ടിംഗ് പ്ലെയറിന് വേണ്ടി ഒരു ബോക്സ് ഉണ്ടല്ലോ, ശവപ്പെട്ടി പോലെ,
അതിന് കട്ടിങ് പ്ലെയറിന് വേണ്ടി എടുക്കാം നമുക്ക് അത്. ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് ഒരു പണിയുണ്ട്. മുകളിലോട്ട് പോകണം, ഇങ്ങോട്ട് വരണം, തുറക്കണം. ഇല്ലേ, അയ്യോ പൊട്ടത്തരം ഗായ്സ്, പൊട്ടത്തരം. കാര്യം പറയട്ടെ, ഇത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ മത്സരം വെച്ചാൽ ആരാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. അതിൻ്റെ ചേട്ടൻ കാണിച്ച പരിപാടി ഉണ്ടോ? കുറച്ചേരം ചേട്ടൻ കളിക്കും, കുറച്ചേരം ഇത് മാത്രം ചേട്ടൻ കളിച്ചുള്ളൂ. കട്ടിങ് പ്ലെയർ കൊണ്ടുവരണവർ ക്രോബാർ എടുത്തുകൊണ്ട് പോയി. എന്തൊരു പൊട്ടത്തരം കായ്ച്ചത്, ലോക പൊട്ടത്തരം. ഇനി ഞാൻ മേടിച്ചു ഗൈസ്, ഇനി ഞാൻ കളിച്ചോളാം, അല്ലെ ലോക പൊട്ടത്തരമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോകാം. സൈഡിൽ പോ, സൈഡിൽ വള 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 താഴെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സ്, താഴെ ബോക്സ് ഫ്രണ്ട്സ് എന്നെ നെഞ്ചു പൊട്ടി. അയ്യോ, റാൻബോ ഒന്ന് അടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നുമേ ഓർമ്മയില്ല. പിന്നെ കണ്ണു തുറക്കുന്ന ഇവിടെയാണ്. അയ്യോ ഫ്രണ്ട്സ്, അത്രയ്ക്ക് പേടിയാണ് ഫ്രണ്ട്സ് ഉണ്ടായത്. നമുക്ക് ധൈര്യത്തോടെ മുകളിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അവിടെ നടിച്ച ക്രോബാർ ഇവിടെ മേലെ തെറിച്ചു വന്നാ അത് എങ്ങനെയുണ്ട്? ഇത് എണ്ണാത്ത ചാതനോ എന്തോ ആവശ്യമില്ല. നമുക്ക് മുകളിലോട്ട് പോകാം. ഇനി ക്രോബാറിൻ്റെ ആവശ്യം ഇല്ല. നമ്മൾ മാക്സിമം എസ്കേപ്പ് ചെയ്യാൻ നോക്കും. ഇവിടെ ഒരു ഡ്രോയർ ഉണ്ടായിരുന്നല്ലോ, അതിനല്ലേ മറന്നുപോയി, കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മുകളിലോട്ട് പോകണം ഫ്രണ്ട്സ്. മുകളിലല്ല, ഈ വഴി പോകണം. ഈ കാര്യം കാണിച്ചു ഗ്രാൻഡ് പേ ഉണ്ടാകുന്ന നോക്കണം അവിടെ എവിടെയെങ്കിലും. ഇതൊന്ന് മുകളിൽ നോക്കി നോക്കാം. ഗ്രാൻഡ് ഐ see you grandpa. I see you grandpa. ഫ്രണ്ട്സ്, ഒരു ഇച്ചിരി കോൾ വന്നായിരുന്നു, ഇപ്പം അറ്റൻഡ് ആയിട്ട് ഡപ്പനെ വരാം. ഫ്രണ്ട്സ്, ആ കോൾ കഴിഞ്ഞു. അതെൻ്റെ അമ്മാമ്മയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലോട്ട് തന്നെ വീണ്ടും കിടക്കാം. നമുക്കപ്പോൾ ഈ ഡോയർ നമ്മൾ തുറന്നു നോക്കിയായിരുന്നല്ലേ? തുറന്നു നോക്കിയായിരുന്നു. ഫുൾ സൗണ്ടിട്ട് കേട്ട് കളിക്കും ഗൈസ്. ഗ്രാൻഡ്പാ, ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതേപോലെ ഗ്രാൻഡ്പ പെട്ടൂടെ മക്കളെ. ഫ്രണ്ട്സ്, ഗ്രാൻഡ്പ എവിടെ? ഗ്രാൻഡ്പ എവിടെ പോയി? ഇവിടെ പോയി നോക്കാം. ഗ്രാൻഡ്പയുടെ പറ്റി മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഗ്രാൻഡ്പ ദാണ്ടുമായിരുന്നു. തുറ നമ്മളത് കളിപ്പിച്ചു ഗൈസ്. ഇത് തുറന്നു നോക്കാം ഗൈസ്, എന്തെങ്കിലും ഉണ്ടാകുന്നു. അതിനകത്ത് ശൂന്യം, ഒന്നുമില്ല. ഇത് തുറന്നു നോക്കിയില്ലല്ലോ, ഇത് തുറന്നു നോക്കാം. നമുക്ക് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ കീ കിട്ടി ഫ്രണ്ട്സ്, ഹെലികോപ്റ്റർ കീ. ഇനി നമുക്ക് വേണ്ട ഗ്യാസിൽ വേണം, ഡക്ക് ടേപ്പ് വേണം. ഡക്ക് ടേപ്പ് കിട്ടി, ഗ്യാസിലും കിട്ടില്ല, ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയില്ല, ഗ്ലാസ് ഫ്യൂസ് കിട്ടി. എന്ത് വേണം? എനിക്കറിയണം ഗൈസ്, മറന്നുപോയി. ഫോട്ടോ നമുക്കിത് കൊണ്ട് മോളിൽ കൊണ്ട് വയ്ക്കാം ഗൈസ്. എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പേരെന്തോന്ന്? നമുക്ക് എക്സ്കേപ്പ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒരു പിക്ചർ എടുത്തു. ഇവിടെ ഇവിടെ തന്നെ മുകളിലോട്ട് വയ്ക്കുള്ളൂ. ഇവിടെയാണ് പിക്ചർ വയ്ക്കുന്നത് ഫ്രണ്ട്സ്. ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്കിൻ്റെ ടാർഗറ്റ് 1K ഉറപ്പിക്കണം. 1K എനിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഗെയിംസിൻ്റെ വീഡിയോ ഒരിക്കലും ഇടത്തില്ല ഫ്രണ്ട്സ്. തൊണ്ട ചെറുതായിട്ട് കൊച്ച അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് വിക്സ് വയ്ക്കാൻ ഇഷ്ടമില്ല ഫ്രണ്ട്സ്. അപ്പം കുറച്ച് ചുമയൊക്കെ മാറിക്കോളും. രണ്ടാമത്തെ പിക്ചർ റെഡി, അതും വെച്ചു. മൂന്നാമത്തെ പിക്ചർ ടോയ്ലറ്റ് ഉണ്ട് ഗൈസ്. ടോയ്ലറ്റ് കൊടുത്തപ്പം കമോൺ, നമുക്ക് ഈ റൂമിൽ കൂടെ ചാടാൻ പറ്റും. അങ്ങറ്റുള്ള റൂമുണ്ടല്ലോ, ആ റൂമിൽ കൂടെ ഉണ്ട്. അവിടുത്തെ ഒരു വെന്റിലേഷൻ ഉണ്ട്. ഇതാണ്ടേ, ഇവിടെ കൂടെ നമുക്ക് ചാടി താഴെ പോകും. എന്തൊരു കമ്പി പോലെ, അത് പേടിയായിരുന്നു. ദാണ്ടേക്കുന്നു പെയിൻറ്റിങ്. നമുക്കിനി മുകളിലോട്ട് ഓടാം. കമോൺ ഗൈസ്.
അപ്പോൾ നമുക്ക് മോളിൽ കൊണ്ടുവച്ച് ഈ പിക്ചർ വയ്ക്കുമ്പം നമുക്ക് വെപ്പൺ കീ എടുക്കണം. വെപ്പൺ സ്റ്റൺ ഗൺ എടുക്കണം. സ്റ്റൺ ഗണ്ണല്ലേ ഇത്, നമുക്ക് വെപ്പൺ എടുക്കണം. ഇത് സ്റ്റൺ ഗണ്ണാണ്, ഷോക്ക് അടിക്കുന്നത്. അത് ബുള്ളറ്റുള്ള ഗണ്ണ്. ഇത് ബുള്ളറ്റാണ്, പക്ഷേ ഇത് ഷോക്ക് അടിപ്പിക്കും, അത് വെടിവെക്കും. അതാണ് നടക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൺ ഗൺ എടുക്കണം. ഫ്രണ്ട്സ് ഒരു കാര്യം കാണിച്ചിട്ടെ, ഇവിടെ ഒരു ഗെയിമുണ്ട്, അതിൽ കളിക്കാൻ സ്റ്റൺ ഗണ്ണും വേണം. സ്റ്റൺ ഗണ്ണും എടുക്കാം, ഷോർട്ട് ഗണ്ണും എടുക്കാം. ഈ ഡ്രോയർ നമ്മൾ തുറന്നു നോക്കിയില്ലല്ലോ. വെപ്പൺ കിടി ഗൈസ്, വെപ്പൺ കീ. അതാണ് നമ്മൾ അന്വേഷിച്ചായിരുന്നത്. വെപ്പൺ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ. അത് സ്റ്റൺ ഗണ്ണ് വെച്ച് ചെയ്യാൻ, പക്ഷേ അത് കുറേ പാടായിരിക്കും. അയ്യോ ഗ്രാൻഡ് പാ. ഫ്രണ്ട്സ് ഗ്രാൻഡ് പായ്ക്ക് ഒരു കാര്യമുണ്ട്, അടുത്ത് പോയാൽ ചെവി കേൾക്കൂല. പൊട്ടത്തരമാണ്, പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരം. ഫ്രണ്ട്സിൻ്റെ ഒരു സീനിൽ അങ്ങനത്തെ ഒരു ലോക പൊട്ടത്തരമുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടിത്തരിക്കും. നമുക്ക് ഇതൊക്കെ പറയാൻ നിർത്തി വെപ്പം പോയെടുക്കാം. നിങ്ങൾക്ക് വെപ്പം എവിടെയെന്നറിയാമോ? അത് സീക്രട്ട് റൂമിലാണ്, കാണിച്ചു തരാം. ഇങ്ങോട്ട് പോവാം സൈഡ് വൈസ്. ഇവിടെ എന്തുണ്ട്? ഓക്കെ, ആവശ്യമില്ല. സൈഡ് വൈസ്, ഗോ സ്ട്രേറ്റ്, ഗോ ലെഫ്റ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടമുണ്ട്, അതിൽ നോക്കുമ്പം ഇതുണ്ട്, ഇങ്ങനെ പതുക്കെ നീങ്ങി എന്നിട്ട് ഇത് കുഞ്ഞില്ലാത്തൊരു കാരണം നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് ഷോട്ട് ഗൺ എടുത്തു, 2 ബുള്ളറ്റ് ലോഡ് ചെയ്തു. നമുക്കിനി കളിക്കാൻ പോകാം മകനെ. അല്ല, ചേട്ടൻ പറഞ്ഞു എനിക്കതിൽ ആ കളി കളിക്കണമെന്ന്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഞാൻ ചാൻസ് കൊടുത്തു കളിക്കാൻ. അപ്പം നടക്കുന്നത് നിങ്ങൾ കണ്ടോ? അച്ചേട്ടൻ കാണിക്കുന്നത് ലോക പൊട്ടത്തരാന്നാൽ ലോക പൊട്ടൻ. അപ്പോൾ നമുക്ക് ആ ഗെയിം കളിക്കാൻ പോകാം. നിങ്ങൾക്ക് ഗ്രാനിയുടെ എല്ലാം അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോഴേ പറ്റുമോ എനിക്ക് എസ്കേപ്പ് ചെയ്യില്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ കൂടെ ഞാൻ ഇടും. ഫ്രണ്ട്സ് ഗ്രാനി 1 എനിക്ക് കുറച്ച് പാടാണ്, 3 ഈസിയാണ്. ഇതെൻ്റെ ചേട്ടനാണ് ഫ്രണ്ട്സ്. നമുക്ക് ചേട്ടൻ ഉന്നം ഉണ്ടാകും നോക്കാം. ചേട്ടൻ ലോക പൊട്ടത്തിലാണ് ഫ്രണ്ട്സ് കാണിക്കുന്നത്. ഈ സ്റ്റൺ ഗണ്ണൊരു ഇതുണ്ട്, നമുക്ക് ഇവിടുന്ന് എത്ര ബുള്ളറ്റ് വേണോ നമുക്ക് സ്റ്റൺ ഗണ്ണ് ഇവിടുന്ന് എടുക്കാൻ പറ്റും. നമുക്കറിയാമോ? സ്റ്റൺ ഗണ്ണ് നമുക്ക് എത്ര ബുള്ളറ്റ് വേണോ എടുക്കാം. ഇതും ചേട്ടനാ പറ്റും. ഇതും വെറുതെ കൊണ്ട് കളഞ്ഞു. ഇനി ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞാൻ വയ്ക്കുന്നത് ഗൈസ്. ഇനി ഇതുണ്ട്, ഇത് 2-3 കഴിയുമ്പോൾ ഇത് ഇവിടെ തന്നെ ഇങ്ങനെ വരും. ഇത് ഞാൻ മിസ്സാക്കി കളഞ്ഞു. പക്ഷെ അടുത്തതിൽ ഞാൻ ഷോട്ട് കറക്റ്റാക്കി. ചേട്ടനടുത്ത് കണ്ടുപിടിക്കാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഫ്രണ്ട്സ് ഒരു ഷോട്ട് കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് പ്രത്യേകത ഉണ്ട് ഇതിന്. ഈ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൺ ഗണ്ണിൻ്റെ ബുള്ളറ്റ് കാണത്തില്ല ഇനി, അതാണ് പ്രശ്നം. ഈ സ്റ്റൺ ഗണ്ണിൻ്റെ ബുള്ളറ്റ് 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് മാഞ്ഞു പോകും, അങ്ങനെ പോകും. എൻ്റെ ചേട്ടനാണ് എവിടെ ഇരിക്കുന്നത്, കുഞ്ഞുണ്ടാകുക. ആ ചേട്ടൻ വെറുതെ കുറേ ബുള്ളറ്റ് എടുത്തിട്ടാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അതേപോലെ അത് ചെയ്തപ്പോൾ താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് ബുള്ളറ്റ് വാങ്ങി പോയില്ല. എന്ത് ചെയ്തു? ഒരു 2 ബുള്ളറ്റ് അതിൽ നിന്നങ്ങ് എടുത്തു. ഇനി നമുക്ക് വേണ്ട ഗ്ലാസ് പീസ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഏതോ ഷെൽഫിലായിരുന്നു. നമ്മുടെ താഴത്തുള്ള ഫ്ലോറിലെ ഷെൽഫിൽ പോയി ആ ഗ്ലാസ് പീസ് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേണ്ട ഹെലികോപ്റ്റർ മാനുവൽ, ഹെലികോപ്റ്റർ കീ, ഗ്യാസോലിൻ, ഡക്ക് ടേപ്പ്. കണ്ടോ ഗായ്സ്? ഗ്രാൻഡ്പയുടെ മൂട്ടിലാണ് വന്ന് വീണത്, കാൽ ചോട്ടിൽ. ചെവിയും കേട്ടൂടെ, ഒന്നും കേട്ടില്ല. ലോക പൊട്ടത്തരവും. ഇതാണ് പറഞ്ഞ ട്വിസ്റ്റ്, ഗ്രാൻഡ്പ ലോക പൊട്ടനാണെന്ന്. കണ്ടോ ഫ്രണ്ട്സ്? കാലിൻ്റെ ചോട്ടിലാണ് വന്ന് വീണത്, എന്നിട്ട് പോലും അടിച്ചു കൊന്നില്ല. ഇഷ്ടം തന്നെ ഗ്രാൻഡ്പ. ഈ ഗ്രാൻഡ്പ ഗെയിം ഉണ്ടാക്കിയവർക്ക് നാണക്കേട് തന്നെ. ഗ്രാൻഡ്പയ്ക്ക് ഇത്ര പോലും സെൻസിറ്റീവ് കൊടുത്തില്ല. ഇപ്പം എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കളിക്കാം. ഗ്ലാസ് ഫ്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കണം. അപ്പോഴത്തേക്ക് ഇവിടെ ഗ്ലാസ് ഫ്യൂസ് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു പലക ഉണ്ട്, അത് പൊട്ടിപ്പോവും. ഇതാണ് ഹെലികോപ്റ്ററിൻ്റെ സ്ഥലം ഫ്രണ്ട്സ്. നമുക്ക് ഡക്ക് ടേപ്പ് പോകണം, ഹെലികോപ്റ്റർ കീ, ഹെലികോപ്റ്റർ മാനുവൽ, 4 സാധനങ്ങൾ വേണം. അതിൽ 2 സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 2 എണ്ണം കൂടെ കണ്ടുപിടിക്കുന്നുണ്ട് ഫ്രണ്ട്സിൽ. ഇനി 2 ഡേയ്സും കൂടെ ഉള്ളൂ. ഇനി നമുക്കപ്പം ഞാൻ വെച്ച് ഏറി നിൽക്കുന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത് എവിടെ തപ്പുള്ളേ? ഹെലികോപ്റ്റർ കീ ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. നമുക്കിനി എവിടെയാണ്? ഇനിയൊക്കെ എവിടെ തപ്പുള്ളേ?
ആ ഡക്ക് ടേപ്പ് അല്ലല്ലോ. ഇവിടുന്ന് അവിടെ നോക്കി എനിക്ക് തോന്നുന്നു ഹെലികോപ്റ്റർ മാനുവൽ കിട്ടും. അയ്യോ എവിടെ ഹെലികോപ്റ്റർ മാനുവൽ ഇല്ല. പക്ഷേ ഇനി എവിടെ പോയപ്പോൾ ഹെലികോപ്റ്റർ മാനുവൽ നീ നമുക്ക് ഡക്ക് ടേപ്പ് കൊടുത്തോണ്ട് പോവാം. ഡക്ക് ടേപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഡക്ക് ടേപ്പ് അവിടെ കിട്ടി. നമുക്ക് ഇനി ഇത് കൊടുത്തോണ്ട് ഫ്രണ്ട്സ് മോളിൽ പോവാം. അയ്യോ ഞാൻ പാടിക്കാം. 2 ലൈഫും കൂടെ ഉള്ളു ഗായ്സ്. ചത്താ തീർന്ന്. പക്ഷെ നമ്മുടെ വേറെ ടെക്നിക്ക് ഉണ്ട്. നമ്മൾ വേറെ വഴി എടുക്കും ഗായ്സ്. നമുക്ക് ഡക്ക് ടേപ്പ് കൊണ്ടുവയ്ക്കണം. പിന്നെ ഗ്രാൻഡ് എനിക്ക് 100% ഉറപ്പുണ്ട് നമ്മൾ ഈ കളി ജയിക്കുമെന്ന്. നമ്മൾ ഈ കളി ജയിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ട് ഇടും. കളി തോറ്റുപോയി ഗായ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഈ ഡക്ക് ടേപ്പ് കൊണ്ട് ലീഫിലൊട്ടിരിക്കാം. ഒടിഞ്ഞ ലീഫ് ഉണ്ടോ അവിടെ ഡക്ക് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. എന്തൊക്കെ പേരാണോ എന്തോ ഗായ്സ്. ഡക്ക് ടേപ്പ്, ഗ്യാസലിൻ, ഹെലികോപ്റ്റർ മാനുവലി. അതെന്തിനാ ഗൈസ്? ഹെലികോപ്റ്റർ മാനുവൽ പഠിച്ചാൽ നമുക്ക് ഓടിക്കാൻ അറിയാവോ? ഇല്ല. പക്ഷേ ഈ ഗ്രാൻഡ് ഭയങ്കര റിച്ചാണ് ഗൈസ്. ഹെലികോപ്റ്റർ കണ്ടോ? 100 കോടിയാണ് ഹെലികോപ്റ്ററിന്. അറിയാവോ നിങ്ങൾക്ക് ഫ്രണ്ട്സ്? തോണ്ട ഗ്രാൻഡ് വയ്ക്കുന്നു. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. ഗ്രാൻഡ് പോകുമോ ഇല്ലയോ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. പോയാ ഗൈസ്? നോക്കി വഴി ചാടിയാലോ? ഇത് പോന്നില്ലല്ലോ. ഗ്രാൻഡ് ഐ സീ യു ഫ്രണ്ട്സ്. ചാടിട്ടോ ഫ്രണ്ട്സ്. ഗ്രാൻഡ് കണ്ടുകൊണ്ടിടുന്നത് ഞാനല്ലേ പറഞ്ഞ്. ഒന്നുകൂടി നോക്കിയാലോ. ഗ്രാൻഡ് പോയി. അയ്യോ നമുക്ക് എൻ്റെ എല്ലാം അടിച്ച് പോയേ. വീട്ടുകാരും ആടി പറഞ്ഞേ. ലാസ്റ്റ് ഡേ ആണ്. ഇത് 3rd ഡേ അല്ലേ ഫ്രണ്ട്സ്? പേടിക്കണ്ട ഫ്രണ്ട്സ്. ഞാൻ വെച്ച് ലാസ്റ്റ് ഡേ എന്ന്. ഞാൻ പൊട്ടത്തിറങ്ങാൻ തന്നെ കാണിക്കുന്നത്. ഇനിയുണ്ട് 2 ദിവസം. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള 2 സാധനങ്ങൾ. 2 സാധനങ്ങളാണ് നീ കണ്ടുപിടിക്കാനുള്ളത്. ധൈര്യമായിട്ട് പോകാം ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ പേടിയില്ല. നമുക്ക് ചെയ്യും. ഇല്ല ഫ്രണ്ട്സ് ഇവിടെ ആരും. നമുക്ക് ഈ റൂമിൽ കയറണോ വേണ്ട? ഷട്ട്ഗൺ എടുക്കാം ഫ്രണ്ട്സ്. ഷട്ട്ഗൺ ഷട്ട്ഗൺ. നീ അറിഞ്ഞ ഞാൻ പെട്ടു പറഞ്ഞ ഗൈസ്. നമുക്കെപ്പോഴാണെങ്കിൽ എസ്കേപ്പ് ചെയ്യണം. ഒരു ബുള്ളറ്റ് കൂടെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് താഴോട്ട് നേരെ തന്നെ പോയി നോക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കിട്ടൂല. അത് താഴോട്ട് പോകണോ വേണ്ടേ ഗൈസ്? ഗ്രാൻഡ് വരുന്നുണ്ടോ ഫ്രണ്ട്സ്? ശബ്ദം പോലെ കേൾക്കുന്നുണ്ടല്ലോ. ശരി ഗ്രാൻഡ് പോരരുതേ ഫ്രണ്ട്സ്. നമ്മൾ ഏറെ നിൽക്കുന്നു ഗായ്സ്. നമ്മൾ ഏറിലാണ് ഗായ്സ്. അയ്യോ നമ്മൾ ഏറെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നത് ഗൈസ് ഹാക്കായിരിക്കുമല്ലോ. അയ്യോ അതാ വീണു. ഗ്രാൻഡ് വരരുതേ. വന്നോ ഇല്ല. ജാങ്കോ ഗ്രാൻഡ് വന്നാ ഗൈസ്? ജാങ്കോ ഗ്രാൻഡ് വന്നാ? ഇല്ല ഗൈസ്, ഗ്രാൻഡ് വന്നിട്ടില്ല. പേടിക്കണ സമാധാനായിട്ട് ഗ്രാൻഡ് എനിക്കിത് തീർത്തട്ടെ. ഗ്രാൻഡ് പേനെ ഒന്ന് തീർക്കണം. എങ്കിലും എനിക്ക് സമാധാനം കിട്ടും നടക്കാനൊക്കെ. ഗ്രാൻഡ് ഫ്രണ്ട്സിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എവിടെയാ?
ഗ്രാൻഡ് പാ ഇല്ല ഇവിടെ. ആ എഴുതുന്ന അങ്ങ് അറ്റവാ. എന്താണ് ഇവിടുത്തെ കളി? മോളിൽ പോയി നോക്കണോ വേണ്ടേ? ഇനി മനസ്സിലാവുന്നില്ല ഗായ്സ്. ഇനി നമ്മൾ എവിടെയാണ് തപ്പേണ്ടത്? നീ വീണ്ടും ഫ്രണ്ട്സ് ഗ്രാൻഡ് പാ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തെ വട്ടമാണ് ഗ്രാൻഡ് പാ കൈയും പൊക്കി തലയും കുത്തി നിന്ന് ഡാൻസ് കളിക്കുന്നത്. എൻ്റെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് പാ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഗായ്സ് ഗ്രാൻഡ് പാ ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വല്ലതും ഉണ്ടാകും നോക്കിയിട്ട് ഫ്രണ്ട്സ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. നമുക്ക് പാഡിലൊക്കെ കിട്ടിയല്ലേ, അതിന് നോക്കാൻ വയ്യ. നമുക്കിപ്പം മുകളിലോട്ട് പോവാം ഫ്രണ്ട്സ്. ഇവിടെ ഒന്നുമില്ല. വെറുതെ ഓർത്ത് നോക്കി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നീ എണ്ണാത്ത ചതനോ? വെയിറ്റ് എ സെക്കൻഡ്. ആരുമില്ലല്ലോ ഇവിടെ. അത് കേട്ടാൽ മതി. ഹെലികോപ്റ്റർ കീ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഹെലികോപ്റ്റർ കീ അല്ല, നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അവിടെ ഇട്ടാം. പറ്റൂലല്ലോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് ഡോർ ലോക്കാ. നമുക്ക് ഇപ്പം മോളിൽ പെട്ടെന്ന് തന്നെ പോകാം. അപ്പുറത്തൂറ. അയ്യോ അയ്യോ അയ്യോ, പുള്ളി എവിടെ പോയി തപ്പാനാണ് ഗായ്സ്? എടുക്കാമല്ലോ. ഹെലികോപ്റ്റർ തന്നെ കിട്ടി. ഫ്രണ്ട്സ്, നമുക്കിനി കണ്ടുപിടിക്കാനുള്ള വേറെ രണ്ട് സാധനങ്ങൾ അല്ല, ഒരു സാധനം കൂടെ കണ്ടുപിടിച്ചാൽ മതി ഗായ്സ്. ഗ്യാസലിൻ മാത്രം ഇനി കണ്ടുപിടിച്ചാൽ മതി ഗായ്സ്. സമാധാനമുണ്ട്. ഇവിടെ എന്താ കിട്ടിയത്? ഇതല്ല, ആവശ്യമില്ല. നമുക്കൊരു പ്ലെയർ കട്ടർ കിട്ടില്ല ഫ്രണ്ട്സ്. കട്ടർ അതെടുത്തിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് ഷോപ്പെട്ടി ഉണ്ടല്ലോ, അത് നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും ഏതെങ്കിലും കീ. ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും കാണുന്നത്. ഫ്രണ്ട്സ്, തോറ്റു. 4th ഡേ. ഇപ്പം എന്ത് ചെയ്യും ഗായ്സ്? ലാസ്റ്റ് 2 ഡേയിനേ ഉള്ളൂ. ചോരക്കളവാണ് ഫ്രണ്ട്സ്. ഇനി എങ്ങനെ ചെയ്യും? ധൈര്യം കയറിപ്പോ, പേടിക്കില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ചോക്കടിച്ച് കത്തേനെ. അമ്മച്ചി ഗ്രാൻഡ് പാ തിരിഞ്ഞോടിക്കോ ഗായ്സ്. മോളിക്കറ സ്റ്റൺ ഗണ്ണിട്ടുണ്ട്. മറ്റേ ഗണ്ണുണ്ട്. സ്റ്റൺ ഗണ്ണ് നമുക്ക് കിടക്കുന്നു. വാടാ ഗ്രാൻഡ് പാ, വാടാ. വരുന്നുണ്ടാ പോയി വന്നാ അമ്മച്ചേ. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ആട്. ഫ്രണ്ട്സ്, ലാസ്റ്റ് ഡേ ആണ് ഫ്രണ്ട്സ്. അതെൻ്റെ അച്ഛനാണ് ഫ്രണ്ട്സ്. അത് എനിക്ക് പെട്ടെന്ന് ഗ്രാൻഡ് വന്നപ്പോൾ അമ്മേ എന്ന് പറഞ്ഞ് പേടിച്ചായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ആക്ഷനാണ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഇനി ലാസ്റ്റ് ഡേ ആണ് ഗായ്സ്. നമ്മൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യാനായിട്ടാണ്? അതൊക്കെ ഉണ്ട്. ഇനി ഗ്യാസ് മാത്രം മതി. ഇവിടെ എന്തോന്നും ഉണ്ട്. ഇത് തന്നെ. ഇതും കട്ടിങ് പ്ലെയർ എടുക്കാം. മുകളിൽ പോയി കട്ട് ചെയ്ത് കളയാം. ഐ ആം റെഡി ഫോർ എനിത്തിങ്. മുകളിൽ പോയി കട്ട് ചെയ്യാം ഗൈസ്. അവിടെ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? സേഫ് കീ. ചിലപ്പോൾ അതിനകത്തായിരിക്കും ഗ്യാസലിനുള്ളത്. നമുക്കത് തന്നെ നോക്കാം.
കട്ട് ചെയ്യോ? ഇവിടെ അല്ലേ? ആ നടുക്ക കൊടുക്കണമായിരുന്നു. അയ്യോ താരി. ഓ എനിക്കില്ല അമ്മക്കാൻ പറ്റുമോ? അപ്പോൾ വീണ്ടും ക്ലോസ് ആവോ ഫ്രണ്ട്സ്? അത് ഇടാൻ പറ്റൂല. അപ്പോൾ വേണ്ട. നമുക്ക് ഇതിന്ന് കിട്ടിയതെന്ന് അറിയാമോ? ബോട്ട് ഹാൻഡിൽ. നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അടുത്തോട്ട് പോയോക്കാം ഫ്രണ്ട്സ്. നമുക്ക് ഹെലികോപ്റ്ററിനെ ചെറുതായിട്ട് അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ്. നമുക്ക് ഈ സെൻസിറ്റിവിറ്റി നല്ല കൂട്ടിയിട്ട് നോക്കാം. അത് കണ്ടോണേ. കണ്ട ഫ്രണ്ട്സ്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ പറ്റും. ഇനി കളി വർക്കാവും. അവിടെ നോടാനൊക്കെ പറ്റും നമുക്കിപ്പം അതൊരു കയറി നോക്കാം ഫ്രണ്ട്സ്. അല്ല വേണ്ട, നമുക്കിപ്പം ഫ്രണ്ട്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് വെറും ഡോർ ഹാൻഡിൽ ഫ്രണ്ട്സ്. നമുക്കപ്പം താഴെ എങ്ങനെയും ജയിക്കാനായിട്ടാണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോ തോക്കും 100% ഉറപ്പ്. അടിക്കല്ലേ ഈശ്വരാ. ഇവിടെ നിന്നോട്ടും വരല്ലേ. സ്റ്റൺ ഗൺ ഇവിടെ ആയിരുന്നല്ലോ ഫ്രണ്ട്സ്. സ്റ്റൺ ഗൺ ഇനി അത് എവിടെ തപ്പാനാണ്? അതാണ് എടുക്കുന്നത്. ഇന്ന് ഗ്രാൻഡ് പാ തുർത്തുറ് കളിപ്പിക്കും. ഗ്രാൻഡ് പാ തുർത്തുറ് കളിക്കാം. ഗ്രാൻഡ് പാ തുർത്തുറ് കളിക്കാം. ഗ്രാൻഡ് പാ എവിടെ? കാണാനില്ല. എനിക്ക് തോന്നുന്നു എവിടെ പോയി. ഇനി എവിടുന്ന് കണ്ടുപിടിക്കാനാണ് ഗൈസ് ഗ്രാൻഡ് പാനെ? അയ്യോ ഗ്രാൻഡ് പാ വാ. ഗ്രാൻഡ് പാ അല്ല ഗ്രാൻഡ് പാ വരുമെന്ന് തോന്നുന്നില്ല ഗൈസ്. മ്യൂസിക് കിട്ടുക. ഗ്രാൻഡ് പാ നിങ്ങൾക്ക് പാട്ട് ഡാൻസ് കളിയാം. ഡിസ്കോ ഗ്രാൻഡ് പാ ഇവിടെ ഉണ്ടോ? ഗ്രാൻഡ് പാ തോന്നുന്നു നമ്മൾ ഈ കളി നോക്കും. ഇത് എവിടെയാണ് ഫ്രണ്ട്സ് ഗ്രാസിൽ തപ്പാനായിട്ടുള്ളത്? അയ്യോ ഫ്രണ്ട്സ്, ഗ്രാൻഡ് പേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഗ്രാൻഡ് പേ എന്നെ നോക്കി അടിച്ച് കൊന്നു. അയ്യോ ലാസ്റ്റ് ഡേ അല്ലായിരുന്നോ? അപ്പൊ ചത്തു. ഗ്രാനി ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ ഗ്രാനി വന്നു ഫ്രണ്ട്സ്. ഇപ്പം നമ്മളെ അടച്ചു കൊന്നു. ഗെയിം ഓവർ. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. 1K ലൈക്ക്, ഒരു 100 സബ്സ്ക്രൈബ്. ഓക്കെ.